എന്താടി അവളുടെ നോട്ടം കണ്ടില്ലേ? ദേ എന്നെ ഇതിനകത്ത് കണ്ടെന്നെങ്ങാനും അഖിലേച്ചോട് പറഞ്ഞ കൊന്നു കളയും നിന്നെ ഞാൻ. കേട്ടോടി? ഓ കൊണ്ടുപോയി മൊബൈൽ കൊടുക്ക്. ഓടി പോവാൻ. അഖിലേച്ചി താഴെ ഹാളിൽ തന്നെ കാണും. പിടിക്കപ്പെട്ട ഇതോടെ തീരുമല്ല. എന്താ വഴി? മറിച്ചു പിടിച്ചാലോ? അത് തന്നെ. മാഡം എന്താ സുജാത? മാഡം നീ എന്താ നിന്ന് പരുങ്ങുന്നത്? എന്തേലും പറയാനുണ്ടോ? അത് മാഡം, നീ എന്താ പേടിച്ചു നിൽക്കുന്നേ? എന്താ നിന്റെ പ്രശ്നം? മുറിക്കകത്ത് മാഡം. പൂജാമുറിക്കകത്ത്? പൂജാമുറിക്കകത്ത് ഒരു പല്ലി. കൊള്ളാം, വലിയ പേടിയാണോ നിനക്ക്? പോയി ജോലി ചെയ്യ് സുജാത. ഇവിടെ നശിപ്പിക്കും. പൊടി അവിടുന്ന്. എന്തുവാ? ഞാൻ നിക്കില്ല, നീ പോ അവിടുന്ന്. എന്താ ഇവിടെ? ഒന്നുമില്ല ചേച്ചി. എന്തോ കുഴപ്പമുണ്ടല്ലോ. എന്താണ് ആന്റി ഈ കാണിക്കുന്നേ? ഈ ചെറുകൂടെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇത് പൂജാമുറിയിലിരുന്നല്ലേ ആന്റി? കിടന്ന് കൂവാതെടി. ഇതങ്ങനെ ചെറിയ കൊടൊന്നുമല്ല, ഭൂമി പൂജയുടെ തീർത്ത കലശ. ഇപ്പൊ അരവിന്ദന് എന്ത് മനസ്സിലായി? പൂജ ചെയ്യാനുള്ള ആള് പൂജ ചെയ്തതിന്റെ ഫലമാണ് ഇപ്പൊ ഈ കാണുന്നത്. ഇതിന്റെ ഭാഗ്യം കൊണ്ടാ ഇപ്പൊ ആനന്ദിനെ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നേ. ശരിയാണല്ലോ ആന്റി. ആനന്ദിന് കാഴ്ചശക്തി കിട്ടാൻ സാധ്യതയുണ്ടെന്നല്ലേ ഡോക്ടറും പറഞ്ഞത്? ഒരു പക്ഷെ ഞാനായിരുന്നു പൂജ ചെയ്തിരുന്നെങ്കിൽ എതിർഫലമായിരുന്നിരിക്കും സംഭവിക്കുക. ഏതായാലും കല്യാണി മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളെല്ലാവരും വിളി കേട്ടു എന്ന് പറയുന്നതാവും ശരി. കല്യാണി തന്നെ പൂജ ചെയ്തതിന്റെ ആ പൂജാ തീർത്ഥകലശം പവിത്രതയോടെ പൂജാമുറിയിൽ സൂക്ഷിക്കുന്നതിന്റെ ഫലമായത്. അതിന്റെ പ്രതിഫലനാ ആ ഡോക്ടറിന്റെ വാക്കുകളും. എത്ര നിരീശ്വരവാദം പറഞ്ഞാലും ചില കാര്യങ്ങളൊക്കെ മനുഷ്യൻ വിശ്വസിച്ചു പോകുന്നത് ഇതൊക്കെ കൊണ്ടാ. പക്ഷേ ഒരു കുഴപ്പമുണ്ടല്ലോ ആന്റി. എന്ത്? ഭൂമി പൂജ ചെയ്ത ഈ കലശ തീർത്ഥം തിരികെ ഭൂമിയിൽ പതിക്കാൻ പാടില്ല.
അങ്ങനെ പതിച്ചാലേ ഭാഗ്യത്തിന് പകരം നിർഭാഗ്യം വരുമെന്നാ ഗുരുജി പറഞ്ഞത്. അതെ, നിർഭാഗ്യം വരണം. തൃച്ചംബരത്ത് ഭാഗ്യം വരാൻ പാടില്ല, നിർഭാഗ്യമേ വരാവൂ. ആഹാ, ഒരു തുള്ളി പോലും അതിൽ വെക്കാതെ കളയാണ്ടി. ഇങ്ങി തന്നെ അവരുടെ ഒരു കുടം പോടുന്നു. പോയില്ലേ? ഇന്ന് ഞാൻ ഹോ, എന്തൊരാശ്വാസം. 2 കുറ്റി പുട്ടും 2 ഏത്തപ്പഴം പുഴുങ്ങി തിന്നത് പോലുണ്ട്. തീർന്നടി. ആ കല്യാണി എന്നെ ഒളിപ്പിച്ച് ചെയ്ത ഭൂമി പൂജയുടെ പുണ്യം ഇതോടെ തീർന്നു. അരവിന്ദേ, എനിക്കിത് എത്ര ആലോചിച്ചിട്ടും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അഖിലാന്റി എന്തിനാ എത്ര ശാഠ്യം പിടിക്കുന്നത്? ആനന്ദിനോടൊപ്പം ഓസ്ട്രേലിയ പോകേണ്ടത് കല്യാണിയാണ്. നന്ദന, അമ്മയ്ക്ക് ബ്രോയോടുള്ള സ്നേഹം അറിയാവുന്ന ആളല്ലേ നീ, അതിനെങ്ങനെ കുറ്റപ്പെടുത്താനാവുക? തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിക്ക് മാത്രമല്ല, എല്ലാ അമ്മമാർക്കും മക്കള് പ്രിയപ്പെട്ടവര് തന്നെയാ. അല്പസ്നേഹം മൂത്ത കുട്ടിയോട് കൂടുതൽ കാട്ടിയെന്നിരിക്കും. ഇന്ന് വെച്ച് താലി കെട്ടിയ പെണ്ണിന്റെ അവകാശം തടയാൻ നിൽക്കരുത്. ആരും അംഗീകരിക്കില്ല അത്. അത് നന്ദന, അമ്മ. എന്താ അമ്മ? ഈ അവസ്ഥ അരവിന്ദിനായിരുന്നെങ്കിൽ ഞാൻ സമ്മതിച്ചു കൊടുക്കുന്നു തോന്നുന്നുണ്ടോ അരവിന്ദിന്? അഖിലാന്റി വരുന്നതും വരാത്തോ ഒന്നും ഞാൻ പ്രശ്നമാക്കില്ല. ഞാൻ കൂടെ വന്നിരിക്കും അരവിന്ദിനോടൊപ്പം. സ്നേഹത്തിനും മാനത്തിനും ഒന്നും വില നൽകിയില്ലെങ്കിൽ ഇനി സർവേശ്വരനാണെങ്കിൽ പോലും ഒരു പെണ്ണും അംഗീകരിച്ചു കൊടുക്കില്ല അരവിന്ദ്. ഈ കാര്യത്തിൽ അരവിന്ദും കൂടി അഖിലാന്റിയെ ന്യായീകരിക്കുന്നത് കാണുമ്പോ എനിക്ക് പുച്ഛം തോന്നുക. എന്റെ നന്ദന, അമ്മ കാരണം ബ്രോയുടെ കാഴ്ചശക്തി പോയെന്നുള്ള കുറ്റബോധമായിരിക്കും അമ്മ തന്നെ ഓസ്ട്രേലിയക്ക് പോകണമെന്ന് പറയാൻ കാരണം. അങ്ങനെ കുറ്റബോധം തോന്നിയിട്ടാണെങ്കിലേ ആനന്ദിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച ആ പാവം പെണ്ണിന്റെ അവകാശം ലംഘിച്ചിട്ടാവരുത്. എനിക്ക് ഈ കാര്യത്തിൽ അരവിന്ദനോട് ഒന്നും പറയാനില്ല. ഐ പിറ്റി യു. ഇങ്ങനെ ഒരു നല്ല സന്തോഷ വാർത്ത അറിയിച്ചതിന് കടുപ്പത്തിൽ തന്നെ ഇരിക്കട്ടെ ഒരു ചായ. താങ്ക് യു. ഏതായാലും കൊള്ളാൻറ്റി, കലശ തീർത്ഥം ഭൂമിയിലേക്ക് വീണാൽ വിപരീത ഫലമെന്നല്ലേ ഗുരുജി പറഞ്ഞത്? അതുകൊണ്ട് ഏതായാലും അത് മണ്ണിലേക്ക് ഒഴിച്ചു കളഞ്ഞത് കാര്യമായി. തൃച്ചംബരത്തെന്നും എതിർഫലങ്ങളെ ഉണ്ടാകാവൂ. ആ പ്രിയങ്കേ, ആ ഡോക്ടർ പിന്നെ വന്നിരുന്നു. ആര്? ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന ഡോക്ടറോ? അയാള് കൈയൊഴിഞ്ഞു പോയതല്ലേ? ഇല്ല പ്രിയങ്കേ, ആനന്ദിനെ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോയി ഒരു 6 മാസത്തെ ചികിത്സയും ഓപ്പറേഷനും നടത്തിയ നഷ്ടപ്പെട്ടു പോയ കാഴ്ച വീണ്ടും കിട്ടുമെന്നാ ആ ഡോക്ടർ പറഞ്ഞത്. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യം. ഭൂമി പൂജയുടെ ഫലം കണ്ടു തുടങ്ങി. അങ്ങനെയാണെങ്കിൽ തീർത്ഥജലം താഴേക്ക് പതിച്ചതിന്റെ ഫലവും കാണുമല്ലോ. ഡോക്ടർ ഇങ്ങനെ ഒരു പ്രത്യാശ കൊടുത്തതോടുകൂടി ഭൂമി പൂജയുടെ ഫലം തീർന്നു. ഭൂമിയിലേക്ക് കലശ തീർത്ഥം ഒഴിച്ചു കളഞ്ഞതിന്റെ ദുരന്ത ഫലങ്ങളാണ് ഇനി കാണാൻ പോകുന്നത്. പണ്ട് കല്യാണിയും ആനന്ദും സിംഗപ്പൂരിലേക്ക് പോവാൻ ഇറങ്ങിയപ്പോ കല്യാണിയുടെ പാസ്പോർട്ട് എടുത്ത് മാറ്റിയ ആന്റിക്ക് ഈ യാത്ര എങ്ങനെ മുടക്കാന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. അയ്യോ പ്രിയങ്കേ, പാസ്പോർട്ട് എടുത്ത് മാറ്റിവെച്ച ആനന്ദ് മിനിറ്റുകൾക്കകം പുതിയ പാസ്പോർട്ട് എടുത്തിരിക്കും. ആന്റി, ആ പാസ്പോർട്ട് എടുത്തു മാറ്റിയത് കല്യാണിയാണെന്ന് വരുത്തി തീർത്താലോ? എന്താ പ്രിയങ്കേ നീ പറഞ്ഞു വരുന്നേ? ആണെങ്കിൽ തന്നെ ഇപ്പൊ എന്താ പ്രയോജനം? അഖില ചിലപ്പോ കല്യാണി ഒന്ന് അടിക്കുമായിരിക്കും, അല്ലാതെ മറ്റെന്ത് സംഭവിക്കാനാ?
എന്താ ആന്റി ഇത്? ഈ തലേന്ന് തന്ത്രങ്ങളൊക്കെ മാഞ്ഞു പോയോ? ആന്റി, ആനന്ദിന്റെ മുന്നിൽ ആനന്ദ് ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത് കല്യാണിക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണെന്ന് വരുത്തി തീർക്കണം. പിന്നെ ആനന്ദ് ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത് തോന്നുന്നുണ്ടോ ആന്റിക്ക്? അതെ ആന്റി, ഇനിയുള്ള കാലം അവൻ ഈ നാട്ടിൽ നരകിച്ച് ചാകണം. ഇരുട്ടിൽ പതറുമ്പോഴേ അവൻ എന്ന സിംഹത്തെ തകർക്കാൻ പറ്റൂ. ശരി, അപ്പൊ ആ തീരുമാനം അങ്ങനെ തന്നെ. സന്തോഷായി. ഞാൻ ഇറങ്ങുക. ഗുഡ് നൈറ്റ്. Hey, no. Now we don't have time to do a new interview or select new staff. So, do one thing. പഴയ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റാഫുകളുടെ ഒരു ലിസ്റ്റ് ഞാൻ അങ്ങോട്ട് മെയിൽ ചെയ്യിക്കാം. അതിൽ നിന്ന് എത്ര പേരെയാണ് ആവശ്യമെന്ന് വെച്ചാൽ അതിന്റെ ഇരട്ടി പേരെ വിളിച്ചു വരുത്തുക. എന്നിട്ട് ആവശ്യമുള്ളവരെ പോസ്റ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളവരെ മുൻഗണനാ ലിസ്റ്റിലിട്ടേക്ക്. അതെ ലിസ്റ്റിലിട്ടേക്ക്. ജോലിയില്ലാതെ നിൽക്കുന്നവരല്ലേ, അവർക്ക് കൂടി ജോലി കൊടുക്കാൻ സാധിച്ചാൽ അത് നല്ലതല്ലേ. പിന്നെ ഫിറ്ററുടെ ഒഴിവില്ലേ, അതിന് പത്രത്തിലൊരു പരസ്യം കൊടുക്കണം. വേണ്ട, മറ്റ് കമ്പനികളിൽ നിന്ന് വരുന്നവർ വേണ്ട, പുതിയ ആളെ എടുക്കണം. ശരി. കല്യാണി വലിയ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. കർപ്പൂരം മണക്കുന്നുണ്ടല്ലോ, ഇതെന്താ പതിവില്ലാത്ത ദീപാരാധനയൊക്കെ? ഇന്നു മുതൽ ഞാൻ വ്രതം തുടങ്ങാൻ വല്യുഞ്ഞെ. വ്രതോ? എന്ത് വ്രതം? മഹാശക്തി വ്രതം. കല്യാണി, നിനക്കിതെന്തു പറ്റി? എന്തിനാ ഈ ആവശ്യമില്ലാത്ത വ്രതങ്ങളൊക്കെ? വലിയ ഇങ്ങനെയൊന്നും പറയരുത്. ത്രിമൂർത്തികളുടെ അനുഗ്രഹത്തിനായി അനുഷ്ഠിക്കുന്ന വ്രതമാ ഇത്. ഞാൻ നേർന്നുപോയി. ശരി, ആയിക്കോട്ടെ. കല്യാണി, എന്റെ മൊബൈലിൽ നിന്ന് നമ്മുടെ കമ്പനിയിലെ പഴയ സ്റ്റാഫുകളുടെ ഡീറ്റെയിൽസ് മാനേജ്മെന്റിന് മെയിൽ ചെയ്ത് കൊടുക്കണം. ഇതാ മൊബൈല്. ഇങ്ങതായി, ഞാൻ മെയിൽ ചെയ്യാം. ആശ്രമത്തിലേക്ക് ചികിത്സയ്ക്ക് പോവാൻ റെഡിയാവോ ഞെ? ഞാൻ എപ്പോഴേ റെഡി. fkalen@gmail.com എന്നല്ലേ? അതെ. അയച്ചു വല്യുഞ്ഞെ. ഫോൺ. വല്യുവിന് ചികിത്സിക്കുന്ന ആശ്രമത്തിലേക്ക് കൊണ്ടുപോകുമ്പോ ഞാനും കൂടെ വരട്ടെ ചേച്ചി? വേണ്ട, നീ ഇവിടെ ഇരുന്നാ മതി. നമുക്ക് പോവാൻ വല്യുഞ്ഞെ. അനികുട്ട, കഴുകിയ തുണികളൊക്കെ ബക്കറ്റിൽ തന്നെ ഇരിക്കുക. നീ അതൊന്ന് ടെറസിൽ വിരിക്കണം. പിന്നെ ആരുമില്ലാത്തോണ്ട് ഗ്രൗണ്ടിലൊന്നും പോയേക്കരുത്. ഇവിടെ ഇരുന്ന് പഠിക്കണം. ശരി.
അഖില, ആ പെൻഡിങ്ങിലുള്ള ഫയലുകളൊക്കെ ഒന്ന് നോക്കി തീർത്ത് ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യണം. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർപേഴ്സൺ സ്ഥാനത്തിരിക്കുന്ന തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി ഒരു കാര്യവും പിന്നത്തേക്ക് മാറ്റിവെക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സൈൻ ചെയ്യേണ്ട പെൻഡിംഗ് ഫയൽസ് ഒന്നും ഉണ്ടാവില്ല. അതെനിക്കറിയാം. ഇത്രയും കാലങ്ങൾക്കിടയ്ക്ക് ആനന്ദ് ഹോസ്പിറ്റലൈസ്ഡ് ആയ ദിവസം മാത്രമാണ് ഫയലുകൾ പെൻഡിംഗ് ആയത്. ആ, ഡോക്ടർ വിളിച്ചിരുന്നാകില്ല? ഇല്ല കൃഷ്ണേട്ടാ, കുറച്ചു കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിക്കാം. ആ അഖില, ആനന്ദിനൊപ്പം ചികിത്സയ്ക്ക് ഓസ്ട്രേലിയയിലേക്ക് അവന്റെ അമ്മ പോകുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ആനന്ദ് ഇന്നൊറ്റയ്ക്കല്ല. കൃഷ്ണേട്ടാ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് സർ. ആ, ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. താങ്ക് യു. എന്താ ഓഫീസ് ടൈമിൽ ഇവിടെ? സോറി മാഡം, ഓഡിറ്റ് ഓഫീസ് വരെ വന്നതാ. അപ്പോ മാഡത്തെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. അത് മാഡം പറയൂ. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു മാറ്റർ ആയതുകൊണ്ടാ. പറയൂ മിസ്റ്റർ ശ്രീനിവാസ്. മാഡം, ഓഡിറ്റിങ്ങിനായി നമ്മുടെ അക്കൗണ്ട്സ് പരിശോധിച്ചപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ആനന്ദ് ഹെർബൽ ബ്യൂട്ടി കമ്പനിക്ക് നല്ലൊരു തുക ലോസ് കാണുന്നു.